നമസ്കാരം രുചികെട്ട ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു പ്രോൺസ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പ്രോൺസ് ഗീ റോസ്റ്റ്. നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് സ്റ്റാർട്ടറായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു പ്രോൺസ് ഗീ റോസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ചെമ്മീൻ എടുത്തത് 1/2 കിലോ ആണ്. പിന്നെ അത് വൃത്തിയാക്കി കഴിയുമ്പോൾ അതിൻ്റെ വെയിറ്റ് കുറയും. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 2 ടേബിൾ സ്പൂണോളം തൈര് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു. ഇനി ഇത് കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ നിൽക്കാം. പിന്നെ ഇനി ഇതിൻ്റെ കൂടെ വേറെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ കൂടുതൽ നേരം മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. കുറച്ച് സമയം ഇത് ഇവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ കുറച്ച് കാര്യം റോസ്റ്റ് ചെയ്തെടുക്കണം, ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം അതിന് വേണ്ടി 1.5 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. അതുപോലെ 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഇതിൻ്റെ കൂടെ മുളക് പൊടി ചേർക്കുന്നുണ്ട്, അതുകൊണ്ടാണ് 2 എണ്ണം മാത്രം എടുത്തത്. പിന്നെ കുരുമുളക് ഇതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ജീരകം, നല്ല ജീരകം വേണം, 1 ടീസ്പൂണാണ് എടുത്തത്. അതുപോലെ തന്നെ പെരുംജീരകം 1 ടീസ്പൂൺ, ഇത്രയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവാണ്. ആദ്യം ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി ചേർക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ജസ്റ്റ് ഇളക്കി കൊടുക്കാം. ഇത്രേ ആവശ്യമുള്ളൂ. ഈ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചല്ലോ, അത് മൊത്തമായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് ഒന്ന് ചൂട് തണിഞ്ഞിട്ട് വരണം. ഇതിപ്പോൾ ചൂട് തണിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. ഇത് പൊടിച്ചെടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ പുളി പിഴിഞ്ഞ് വെച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊന്നും കൂടെ അരച്ചെടുക്കാം. ഇതുപോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച പ്രോൺസ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഗീ ആണ് ഉപയോഗിക്കുന്നത്. നെയ്യ് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ പ്രോൺസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇത് ഫ്രൈ ആയിട്ട് വരണം. അപ്പോൾ അറിയാൻ ഓവർ കുക്ക്ഡ് ആയിട്ടുണ്ടെങ്കിൽ പ്രോൺസ് എന്ന് പറയുമ്പം ഇങ്ങനെ ഒരു റബ്ബർ പരുവത്തിലാവും. അപ്പോൾ അങ്ങനെ ആവാൻ നിൽക്കരുത്. അപ്പോൾ ഒന്ന് തിരിച്ചും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ 2 വശവും ഫ്രൈ ചെയ്തായിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പ്രോൺസ് എല്ലാം മാറ്റി. ഇനി അപ്പോൾ ഇതിൽ നെയ്യ് ബാക്കിയുണ്ട്. ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ സവാള ചേർത്ത് കൊടുക്കുകയാണ്. ഒരു വലിയ സവാളയാണ് എടുത്തത്, അത് ചെറുതായിട്ട് അരിഞ്ഞതാണ്. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് വഴറ്റി കൊടുക്കുകയാണ്. വളരെ കുറച്ച് മതി, കാരണം നമ്മൾ പ്രോൺസിൽ ഇട്ടിട്ടുണ്ട് ഉപ്പ്. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ മസാല അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ചേർത്ത് കൊടുക്കുകയാണ്.
നമുക്കിനി ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പം ഇത് ഏതാണ്ട് ഇങ്ങനെ മൂത്ത് ആ പച്ചമണമൊക്കെ മാറി വന്നിട്ട് ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് തിളച്ച് വരണം. തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച പ്രോൺസ് ഇട്ട് കൊടുക്കാം. എല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പ്രോൺസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഡ്രൈ ആയിട്ട് വരണം. അപ്പോൾ ഇത് ഏതാണ്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പ്രോൺസ് ഗീ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള രുചിയാണ്. നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ.